ഹലോ ഡിയേഴ്സ്, ഇറ്റ്സ് മിമിത. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പറയുന്നത് ഞങ്ങളടുത്ത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മുബീനുക്കാട് നിക്കാഹിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫുൾ വീഡിയോ ഇടാമെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടത്. അപ്പോൾ എല്ലാവരും കാണുക, ഫുള്ളായിട്ട് കാണുക. സബ്സ്ക്രൈബും ലൈക്കും ഷെയറും മാക്സിമം കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. പറ്റുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല ബോറടി പറഞ്ഞാൽ നല്ല ബോറടി ഉണ്ടായിരുന്നു. അവിടെ പരിപാടി ദുആകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും അടുക്കൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ ബോറടിച്ച് നിൽക്കുമായിരുന്നു ഗൈസ്. അപ്പോഴാണ് പെണ്ണിൻ്റെ എൻട്രി ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി വർത്താനം പറയാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇപ്പോൾ അവിടെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കലും കൈ കൊട്ടലും പാട്ട് പാടലൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ പിടിക്കുന്ന സാധനം, അത് നല്ല രസമുണ്ട്. നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്രണ്ടിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ പിമ്മിയാണ് കേട്ടോ. പിന്നെ ബാക്കിൽ പെണ്ണിൻ്റെ ബ്രദേഴ്സും ഉണ്ട്. അപ്പോൾ പിന്നെ കസിൻസൊക്കെ ഡ്രസ്സൊക്കെ പിടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. ആരൊക്കെ അപ്പോൾ ആരാന്നൊക്കെ അറിയില്ല. പിന്നെ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പെണ്ണിനെ. എല്ലാവരും ഇങ്ങനെ നോക്കിയിട്ടായിരുന്നു പെണ്ണ് പോണതൊക്കെ കേട്ടോ. നല്ല ക്യൂട്ടായിട്ടാണ് കേട്ടോ. പിന്നെ ഈ സാധനം കണ്ടോ, നല്ല എസ്തെറ്റിക് ആയിട്ട് തോന്നിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു നോക്കത്. പിന്നെ ഈ സാധനം ഇങ്ങനെ കുലുക്കണ് കാണുമ്പോൾ നല്ല രസമുണ്ടല്ലേ, നല്ല ഇഷ്ടപ്പെട്ടു എനിക്കത്. ഈ സ്റ്റേജും കാര്യങ്ങളൊക്കെ എന്താ അടിപൊളിയായിട്ടാണല്ലേ അവർ ഒരുക്കി വെച്ചേക്കണത്. നല്ല രസമുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് മോഡലാണ് കേട്ടോ അവർ അത് ഒരുക്കി വെച്ചേക്കണത്. നല്ല രസമുണ്ട് അത് കാണാൻ കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ അത്. നല്ല രസമുണ്ട് അത് കാണാൻ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പെണ്ണും ചെക്കൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എല്ലാവരും എടുക്കണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. വീഡിയോ ഒക്കെ എടുക്കണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുമായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കണ്ടായിരുന്നു. യൂട്യൂബേഴ്സ് മീൻസ് ഇതിനെ പോലെ ചെറിയ യൂട്യൂബേഴ്സ് എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ മണ്ഡപത്തിൻ്റെ പേര് ഞാൻ പറയാൻ മറന്നു പോയതാണ് ഗൈസ്. മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ വീഡിയോയിൽ ഞാൻ പറയുകയാണ്. പേൾ റീജൻസി എന്നാട്ടോ നമ്മുടെ മണ്ഡപത്തിൻ്റെ പേര്. നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ പെണ്ണിനെ ചെക്കൻ സ്റ്റേജിലേക്ക് കയറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഈ സാധനം പൊട്ടിയത് കണ്ടോ, എന്തൊരു രസമല്ലേ. ഈ റെഡ് നമ്മുടെ മറ്റേ റോസാപ്പൂവിൻ്റെ ഇതെല്ലാം വരുന്നുണ്ട് അല്ലേ, നല്ല ക്യൂട്ടായിട്ട് റെഡ് കളർ. എന്ത് രസമല്ലേ, നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് നല്ല രസമുണ്ട്. നല്ല ക്യൂട്ട് ആൻഡ് എസ്തെറ്റിക് ആയിട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എല്ലാവരും വന്ന് പറഞ്ഞു വായോ ഫുഡ് കഴിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുട്ടികളൊക്കെ വിഷം പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒരൊറ്റ കുട്ടികളെ കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, കാരണം എല്ലാ കുട്ടികളും ഓടിക്കളിക്കുമായിരുന്നു ഗൈസ്. എനിക്ക് പിന്നെ ഓടിക്കളിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ എന്നാലും ഓടിക്കളിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ പോയി നിന്നായിരുന്നു കേട്ടോ. എല്ലാവരും ഇങ്ങനെ അവിടെ കൂടി ഇവിടെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. കുട്ടികൾ ഒരൊറ്റ ആളെ പിടിച്ചാൽ കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനത്തെ വാശിയായിരുന്നു എല്ലാവർക്കും കേട്ടോ. പിന്നെ അവർ കൈകൊട്ടലും പാട്ട് പാടണമൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇതിക്കൊന്നും പോയില്ല കേട്ടോ. ഞങ്ങൾ ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പക്ഷെ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. എന്ന് വെച്ചാൽ മുബിൻ ഷാ എന്നാട്ടോ ചെക്കൻ്റെ പേര്, ഹസ്മിന എന്നാട്ടോ പെണ്ണിൻ്റെ പേര്. നല്ല മാച്ചിങ് നെയിംസ് ആണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൈകൊട്ടണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ക്യാമറാമാൻ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു അവർക്ക്. പിന്നെ അവരെല്ലാവരും പാടുന്നിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ ആയിരുന്നു കേട്ടോ. എൻ്റെ ശബ്ദം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കേട്ടോ. എൻ്റെ ശബ്ദം ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാട്ടോ പോയത്. ഒക്കെ കഴിഞ്ഞിട്ട് നല്ല ബീഫ് ബിരിയാണിയും സലാഡും നല്ല അച്ചാറും ചിക്കൻ ചില്ലിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിസ്ബ അവിടെ ഇരുന്ന് ഹായ് ഒക്കെ കാട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ചിക്കൻ ചില്ലി ഞാൻ പറഞ്ഞതാണ്, ചിക്കൻ ചില്ലി എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ എൻ്റെ LP അറബി മാഷിനെ കണ്ടത്. ഞങ്ങൾ ചിരിച്ചു കേട്ടോ. സംസാരിക്കാനൊന്നും പറ്റിയില്ല. മാഷ് ഇങ്ങോട്ടും ചിരിച്ചു, ഞാൻ അങ്ങോട്ടും ചിരിച്ചു. എനിക്ക് അറബി എടുത്തായിരുന്നു മാഷാട്ടോ, അഷ്റഫ് മാഷാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാൻ പോയി. എല്ലാവർക്കും ഞാനാണ് ഐസ്ക്രീം മേടിച്ചു കൊടുത്തത്, കാരണം അവിടെ നല്ല തിരക്കായിരുന്നു. എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. എനിക്കൊരു ഐസ്ക്രീം കിട്ടി. അത് ഞാൻ കുറച്ചാണ് മേടിച്ചോളൂ കേട്ടോ. ഒരെണ്ണട്ടേ മേടിച്ചോളൂ, അല്ലെങ്കിൽ രണ്ടെണ്ണം മേടിക്കണതാണ്. പറ്റിയില്ല, എനിക്ക് തൊണ്ടവേദനയും ശബ്ദം പോയിക്കൊക്കെയാണ്. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. പിന്നെ നമ്മളവിടെ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഈ വഴി കണ്ടോ, ഈ വഴിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ ചില സന്ദർഭങ്ങളിലൊക്കെയാണല്ലേ അറിയുക. ഞാനും അത് ഇപ്പോഴാണ് അറിഞ്ഞു കേട്ടോ.
നല്ല ക്യൂട്ടായിട്ടുള്ള വഴിയിൽ നല്ല രസമുണ്ട്. ആ കാടും ആ ഇലകളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണല്ലേ. എന്ത് രസമാണ് അതൊക്കെ കാണാനല്ലേ. നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ഗൈസ്. നല്ല ക്യൂട്ട് പറഞ്ഞാൽ നല്ല ക്യൂട്ടായിരുന്നു. ഫോറസ്റ്റാണ് കേട്ടോ. ഇത് പിന്നെ ഫോറസ്റ്റ് ഓഫീസാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഇതിൽ പാമ്പുണ്ട്, ആനണ്ട്, പുലി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പുലി ആന ഉണ്ടാവുമോ എന്നൊക്കെ അറിയില്ല. പാമ്പുണ്ടാവാൻ ചാൻസ് ഉണ്ട്, ഞാൻ വിശ്വസിച്ചു ഗൈസ്. പിന്നെ പൈനാപ്പിൾ തോട്ടം കണ്ട് നല്ല പുതുമയൊന്നുമില്ല. കാരണം ഞങ്ങളുടെ വീടിൻ്റെ ബാക്കിൽ തന്നെ പൈനാപ്പിൾ തോട്ടം ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കവുങ്ങുന്തോട്ടം കണ്ടു. നല്ല അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേതാ സ്ഥലം എന്ന് ഞങ്ങളുടെ ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയുണ്ടാവും കേട്ടോ. ദാറ്റ്സ് മൈ സ്കൂൾ. ഇതാണ് എൻ്റെ സ്കൂൾ കേട്ടോ. SMNSS UP സ്കൂൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.